തുടർ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു. സംബാലിൽ സമാധാനവും സാഹോദര്യവും പുലരണം. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഹർജിയിൽ ഒരു നടപടിയും സ്വീകരിക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്നാസ് സിയാദാണ് ചേരുന്നത്. ഷബ്നാസ്, സംബാലിൽ സ്ഥിതിഗതികൾ ഏറെ വഷളാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്? സംബാൽ ജുമാ മസ്ജിദ് സർവേക്ക് അനുമതി നൽകിയ സിവിൽ കോടതി ഉത്തരവിനെതിരെ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സംബാലിൽ സമാധാനം പുലരേണ്ടതുണ്ട്. അതുകൊണ്ട് തുടർ നടപടികൾ ഡിസംബർ 8 വരെ തടഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഹർജിയിൽ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഹർജിക്കാരുടെ ആവശ്യപ്രകാരം സിവിൽ കോടതിയായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ എത്തിയത്. ഇത്തരം സർവേ നടപടികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ജനക്കൂട്ടം കല്ലെറിഞ്ഞു ഇവരെ ഓടിക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ഇടപെടുകയും വൻ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത്. ഹർജിക്കാർ ഈ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് 1529 ഹരിഹർ മന്ദിർ തകർത്ത് ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചു എന്നായി അല്ലെങ്കിൽ ആരോപിച്ചാണ് ഹിന്ദു സംഘടനകൾ നവംബർ 19 സംബാലിലെ പ്രാദേശിക കോടതിയെ സമീപിച്ചത്. സിവിൽ ജഡ്ജാണ് ഇത്തരത്തിൽ സർവേ നടത്താൻ ഉത്തരവിട്ടത്. നവംബർ 29 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സർവേക്കായി എത്തിയത്. ഈ നടപടി ചോദ്യം ചെയ്താണ് ഈ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇപ്പോൾ ഇതിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികൾ, അതായത് ഈ സിവിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള മറ്റ് നടപടികൾ ഡിസംബർ 8 വരെയാണ് സുപ്രീം കോടതി തടഞ്ഞത്. ശരി ഷബ്നാസ് സിയാദ്.